നമസ്കാരം. ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളതൊന്നും മറന്നിട്ടില്ല എന്ന് സുപ്രീം കോടതി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ VVPAT പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം. അത് ശ്രദ്ധേയമാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ളവ സമർപ്പിച്ച ഹർജികൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. EVM വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്ന് ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ അടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നമുക്ക് പേപ്പർ ബാലറ്റുകളിലേക്ക് മടങ്ങാം. കയ്യിലുള്ള വോട്ടർമാർക്ക് VVPAT സ്ലിപ്പ് നൽകുക എന്നതാണ് മറ്റൊരു ഓപ്ഷൻ. അല്ലാത്ത പക്ഷം സ്ലിപ്പുകൾ മെഷീനിൽ വീഴുകയും സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകുകയും അത് ബാലറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. എന്നാൽ VVPAT ഡിസൈൻ മാറ്റി സുതാര്യമായ ഗ്ലാസ് ആയിരിക്കുന്നതിന് പകരം ഇരുണ്ട അതാര്യമായിട്ടുള്ള മിറർ ഗ്ലാസ്സാക്കി മാറ്റിയെന്ന് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറയുന്നു. പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ ജർമ്മനിയുടെ ഉദാഹരണം കൂടി പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജർമ്മനിയിലെ ജനസംഖ്യ എത്രയാണ് എന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിക്കുകയും ചെയ്തു. ഇത് ഏകദേശം 6 കോടിയാണ് എന്ന് പ്രശാന്ത് ഭൂഷൻ്റെ മറുപടി. അപ്പോൾ രാജ്യത്ത് 97 കോടിയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആകെ എണ്ണമെന്ന് പറയപ്പെടുന്നത്. ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അപ്പോൾ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായിട്ട് എത്തിയിട്ടുള്ള ആ അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ EVMകളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകൾ VVPAT സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് ഖന്ന ചോദിക്കുകയാണ്, അതെ, 60 കോടി VVPAT സ്ലിപ്പുകൾ എണ്ണണം, ശരിയാണോ? മനുഷ്യൻ്റെ ഇടപെടലാണ് പ്രശ്നമുണ്ടാക്കുന്നത്. സാധാരണയായി മനുഷ്യ ഇടപെടലില്ലാതെ യന്ത്രം നിങ്ങൾക്ക് കൃത്യമായ ഫലങ്ങൾ നൽകും. മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃത മാറ്റങ്ങൾ വരുത്തുമ്പോഴോ പ്രശ്നമുണ്ടാകുന്നു. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് നൽകാനും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെടുകയാണപ്പോൾ. അതായത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി അവകാശപ്പെടുന്നത്. അത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് പറയപ്പെടുന്നു. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയാൽ കഠിനമായ ശിക്ഷ കിട്ടുന്ന ഭയം വേണമെന്ന് കോടതി അഭിപ്രായപ്പെടുകയാണ്. വോട്ടെടുപ്പ്, EVMകളുടെ സൂക്ഷിക്കൽ, വോട്ടെണ്ണൽ എന്നിവയെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയിക്കുവാൻ തന്നെ കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ VVPAT പേപ്പർ സ്ലിപ്പുകൾ ഉപയോഗിച്ച് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം എന്ന് പറയപ്പെടുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജികൾ അത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അടക്കമുള്ള ഡിവിഷൻ ബെഞ്ചുകൾ ഇത് പരിഗണിച്ചപ്പോഴാണ് അവർ ഇങ്ങനെ പറയുന്നത്. EVM വഴി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയെന്നതും ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യപ്പോഴും നമുക്ക് പേപ്പർ ബാലറ്റുകൾക്ക് മടങ്ങേണ്ട സമയമായോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടോ, എന്താണ് അതിനൊരു ഓപ്ഷൻ ഉണ്ടാക്കിയെടുക്കുക? ഈ മെഷീനുകൾ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടക്കുന്നുണ്ടോ? അത്തരത്തിൽ കൃത്രിമം നടത്തുന്നുണ്ട് എങ്കിൽ സുതാര്യമായ രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാതായി പോകുന്നത് എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. കാരണം പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങിയ പല രാജ്യങ്ങളും അതിന് ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അവിടുത്തെ ജനസംഖ്യയും ഇവിടുത്തെ ജനസംഖ്യയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ജർമ്മനിയിൽ 6 കോടിയാണ് ജനസംഖ്യയെങ്കിൽ നമ്മുടെ നാട്ടിൽ 99 കോടിയോളം വരുന്ന ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ 97 കോടിയോളം വരുന്ന രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അവയെ എങ്ങനെയാണ് നമുക്ക് പേപ്പർ ബാലറ്റുകളിൽ ഇരുന്നു കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുക എന്നുള്ള വലിയ ചോദ്യമായി നിൽക്കുന്നുണ്ട്. ഹർജിക്കാരുടെ ഇത്തരം ചോദ്യങ്ങളിലൊക്കെ കോടതിക്ക് ഇടപെടാൻ താല്പര്യമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അതിൻ്റെ ചില പ്രായോഗികത മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് കോടതി അഭിപ്രായപ്പെടുന്നത്. മെഷീനുകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾക്ക് തരും, പക്ഷേ ആ മെഷീനുകളെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമാണ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. സാധാരണയായിട്ട് മനുഷ്യ ഇടപെടലില്ലാത്ത യന്ത്രങ്ങൾ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്നും ഈ മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ മെഷീനിലോ അനധികൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കാൻ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയൂ എന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആവശ്യപ്പെടുന്നത്. കാരണം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നവർ അവർക്ക് കർശനമായിട്ടുള്ള നടപടി വേണം, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകണം. അത്തരത്തിലുണ്ടെങ്കിൽ മാത്രമേ കൃത്രിമം നടക്കാതിരിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വോട്ടിംഗ് മെഷീനിലും കൃത്രിമം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചത്, ബാലറ്റ് പെട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ബാലറ്റ് ആയിരുന്നപ്പോൾ ഇവിടെ നടന്നത് എന്തൊക്കെയാണ് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്ന്. അപ്പോൾ അന്ന്
നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറുകളിൽ തിരിമറി നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ, ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുക അടക്കമുള്ള കാര്യങ്ങൾ, ബാലറ്റ് പെട്ടികളടക്കം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുമ്പോൾ, പുതിയ സംവിധാനങ്ങളിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നവ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്ന കാലഘട്ടം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ VVPAT ആണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാലറ്റ് പെട്ടിയാണോ നല്ലത് എന്നുള്ളതിന് ചോദ്യം വരുന്നു. വോട്ടിംഗ് മെഷീൻ എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ പാകത്തിന് മനുഷ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. അങ്ങനെ മനുഷ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ചോദ്യങ്ങളുമായി ഹർജിക്കാർ കോടതികളിൽ എത്തുന്നത്. പക്ഷേ അതിന് കോടതി നൽകുന്ന ഉത്തരമെന്ന് പറയപ്പെടുന്ന ബാലറ്റ് പേപ്പറുകൾ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഞങ്ങൾ കണ്ടതാണ് എന്നുള്ളതാണ്. അന്ന് കാട്ടിയ അത്രത്തോളം അക്രമം ഇന്ന് നടക്കുന്നുണ്ടോ എന്നുള്ള സൂചനയാണ്. എന്തായാലും ബാലറ്റ് പേപ്പറുകളാണെങ്കിലും വോട്ടിംഗ് മെഷീനുകളാണെങ്കിലും കൃത്രിമത്വം കാണിക്കാതെ, അതിനകത്ത് ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടാക്കാതെ, അഴിമതി ഉണ്ടാക്കാതെ കൃത്യമായി നടപ്പിലാക്കിയാൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാകും ഈ തിരഞ്ഞെടുപ്പുകൾ.